മെഡിക്കേരി ടൗണിൽ നിന്ന് നമ്മളൊരു 15 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്താവുന്ന ഒരു സ്ഥലമാണ് ചിക്ലിഹോലെ റിസർവോയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ളതും അതേപോലെ അധികം ടൂറിസ്റ്റ് റഷ് ഇല്ലാത്ത ഒരു ഏരിയയാണ് ചിക്ലിഹോലെ റിസർവോയർ. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് ആസ്വദിക്കാനും അതേപോലെ തന്നെ സോളോ ആയാലും കപ്പിൾസിനും വന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ സ്ഥലങ്ങളിലൊന്നും കാണാത്ത ഒരു ഷേപ്പിലാണ് ഈ റിസർവോയർ പണിതിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ ആ വെള്ളം ഒഴുകി പോകുന്നത് കാണാൻ നല്ല രസമാണ്. ഇത് ഏകദേശം ഒരു സെമി സർക്കിൾ രീതിയിലാണ് പണിതിട്ടുള്ളത്. അപ്പോൾ മൺസൂൺ സീസണിലൊക്കെ വരികയാണെങ്കിൽ ഇത് നിറഞ്ഞു കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങളിപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം കുറവുള്ളതുകൊണ്ട് നമുക്ക് ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഭംഗിയിൽ കാണണമെങ്കിൽ മൺസൂൺ സീസണിൽ വിസിറ്റ് ചെയ്യാവും നല്ലത്. ഇതിൻ്റെ ടൈമിംഗ് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കാനും കുറേ ഒരു 2 മണിക്കൂറുകളൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ അടുത്ത് വരെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻ്റാണ് കൂർഗിലുള്ള ഈ ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ നംറോളിൻ മൊണാസ്ട്രി എന്ന് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇവരുടെ ആ ഹാഫ് വീൽ സിമ്പിളാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. നമുക്ക് വളരെ ദൂരത്തു നിന്ന് തന്നെ അത് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെയാണ് അവർ 4 സ്റ്റോറി ടവർ എന്നും പറയുന്നത്. അതിൻ്റെ മുകളിൽ പകുതി ആയിട്ടുള്ള ആ വീലിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇത് മെഡിക്കേരി ടൗണിൽ നിന്ന് 34 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടും കുശാൽ നഗറിലാണ് ഈ ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്. ഇവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 6 മണി വരെയാണ്. ഇതിൽ എൻട്രി ഫ്രീ ആണ്. ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ വലിയ പ്രതിമകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബുദ്ധൻ്റെ അപ്പുറത്ത് മറ്റ് ദൈവങ്ങളുടെയും അവരുടേതായിട്ടുള്ള ആ ഒരു ദൈവത്തിൻ്റെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ പറ്റും. അത് മൊത്തം ഒരു ഗോൾഡൻ ടച്ചാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ വാളിലും നിറയെ വാൾ പെയിൻറ്റിങ്സ് കാണാൻ പറ്റും. പിന്നെ മുകളിലൊക്കെ ആയിട്ട് നമ്മളുടെ ഹിന്ദുസത്തിലുള്ള ആ കളം വരച്ച പോലെ ആയിട്ടുള്ള ഒരു സിമിലർ സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൂടുതൽ പേര് മെഡിറ്റേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇവരുടെ കൾച്ചർ മനസ്സിലാക്കാനൊക്കെയാണ് വരുന്നത്. നമുക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു കോംപ്ലക്സിൽ ഷോപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഇവരുടേതായിട്ടുള്ള ഫുഡുകൾ കഴിക്കാനും ഈ അമ്പലം വിസിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുക്കും ഇവിടെ മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂർഗിൽ വരുമ്പോൾ എല്ലാവരും ഈ ഒരു ടെമ്പിൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. നിസർഗധാമ ഇത് കൂർഗിൽ നിന്ന് 30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമുക്ക് എത്താവുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതൊരു ഐലാൻഡാണ്. ഈ കാവേരി നദിയുടെ അടുത്തായിട്ട് ഉള്ള ഒരു ഐലാൻഡിനെയാണ് ഒരു പാർക്കാക്കി മാറ്റിയിട്ടുള്ളത്. അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു 64 ഏക്കറുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഇതിൽ മെജോറിറ്റി ഭാഗം ബാംബൂ ഫോറസ്റ്റുകളാണ്. ഇതിൽ തന്നെ ബേർഡ് പാർക്ക്, അഡ്വഞ്ചറസ് പാർക്ക്, സൂ അങ്ങനെ പല പാർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പല ഭാഗങ്ങളിലായിട്ട് കൂർഗിലെ കൾച്ചർ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് ആസ്വദിക്കാനും കണ്ട് മനസ്സിലാക്കാനും നമുക്ക് പറ്റും. ഈ പാർക്കിലേക്ക് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. പിന്നെ ടൈമിംഗ് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. കൂർഗിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തലക്കാവേരി എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രം. ഇത് ബ്രഹ്മഗിരി ഹിൽസിൻ്റെ മുകളിലായിട്ടാണ് കാണുന്നത്. സീ ലെവലിൽ നിന്ന് ഏകദേശം 1300 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാവേരി നദീനെ പൂജിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ടൈമിംഗ് പറയുന്നത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. മെഡിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 44 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമുക്ക് ഈ ബ്രഹ്മഗിരി ഹിൽസിലുള്ള തലക്കാവേരിയിൽ എത്താൻ പറ്റുന്നത്. ഇവിടേക്ക് വരുമ്പോൾ മിക്കതും രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നേരം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും.
ഞങ്ങളിപ്പോൾ ഏകദേശം രാവിലെ എത്തിയെങ്കിലും നല്ല വെയിലായിരുന്നു ഉള്ളത്. ഇവിടെ വിസിറ്റ് ചെയ്യാവുന്ന ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൺസൂൺ സീസണാണ്. മെഡിക്കേരി ടൗണിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ രാജാ സീറ്റ്. രാജാ സീറ്റ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ കൂർഗ് ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഈ ഒരു പാർക്കിൽ വന്നിരുന്നിട്ടായിരുന്നു ആ കൂർഗിൻ്റെ ഈ സീനിക് ബ്യൂട്ടി ആസ്വദിച്ചിരുന്നത്. ഇവിടെ ഏകദേശം ഓപ്പൺ സ്റ്റേഡിയം പോലെയാണ് പണിതിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടിപ്പിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂർഗ് ഒരുവിധമൊക്കെ കാണാൻ പറ്റും. ഇവിടേക്കുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 5:30 മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. ഇതിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു എൻട്രി ഫീസും ഉണ്ട്. പിന്നെ ഈ സീനിക് ബ്യൂട്ടി കാണണമെങ്കിൽ നമ്മൾ നന്ന രാവിലെ വന്നാൽ ചിലപ്പോൾ കോട പൊതിഞ്ഞിട്ട് കാണാൻ പറ്റില്ല. ഒരു ഉച്ച സമയത്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടി വ്യൂ നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല ആക്ടിവിറ്റീസും ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോപ്പ് വേ, ട്രക്കിംഗ് അങ്ങനത്തെയൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. മെഡിക്കേരി ടൗണിൽ തന്നെ ഉള്ളതാണ് ഈ മെഡിക്കേരി ഫോർട്ട് എന്ന് പറയുന്നത്. ഇത് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഫോർട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഡിസംബർ മാസത്തിലാണ്. ഇതിൻ്റെ ടൈമിംഗ് പറയുന്നത് രാവിലെ 10 മണി മുതൽ 5:30 വരെയാണ്. ഇതിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. പിന്നെ ഇവിടെ ആദ്യം വന്നാൽ തന്നെ നമുക്കൊരു മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ പല ഈ കോട്ടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കി അങ്ങനെ പലതും നമുക്ക് കാണാൻ പറ്റും. ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് ഒരു പഴയ മതിലുണ്ട്. അത് ഇപ്പോഴും അതേപോലെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മതിലിൽ കയറിയിട്ട് നമുക്ക് മൊത്തം കോട്ട ചുറ്റി കാണാനും പറ്റുന്നതാണ്. ഫോർട്ടിൻ്റെ റിനോവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുന്നതാണ്. അബ്ബേ വാട്ടർഫോൾസ് മെഡിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് എത്താവുന്ന സ്ഥലമാണ് അബ്ബേ വാട്ടർഫോൾസ്. ഇതിലേക്ക് പോകുന്ന വഴി മൊത്തം കോഫി പ്ലാന്റേഷൻ്റെ ഇടയിലൂടെയാണ്. അത്യാവശ്യം ഒരു 1-2 മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് മൺസൂൺ സീസണിലാണ് കൂടുതൽ നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഡിസംബർ മാസത്തിലാണ്. കൂർഗിൽ വരുമ്പോൾ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ അബ്ബേ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇതിലേക്ക് എൻട്രി ഫീസ് ഒരാൾക്ക് 15 രൂപയാണ്. പിന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 5 മണി വരെയാണ്. അത്യാവശ്യം തിരക്ക് കാണുന്ന ഒരു സ്ഥലമാണ് അബ്ബേ വാട്ടർഫോൾസ്. അപ്പോൾ കൂർഗിൽ വരുമ്പോൾ എന്തായാലും നിങ്ങളും മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു സ്ഥലമാണ് അബ്ബേ വാട്ടർഫോൾസ്. മൗണ്ടൻ വ്യൂ കോഫി പ്ലാന്റേഷൻ കൂർഗിലെ തന്നെ ഏറ്റവും നല്ലൊരു കോഫി പ്ലാന്റേഷനാണ് മൗണ്ടൻ വ്യൂ കോഫി പ്ലാന്റേഷൻ. അപ്പോൾ കൂർഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കോഫി പ്ലാന്റേഷൻ്റെ ഒരു ഏരിയയാണ് കൂർഗ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇറ്റിനറിയിൽ ഒരു പ്ലാന്റേഷൻ വിസിറ്റ് ഉൾപ്പെടുത്തേണ്ടതാണ്. ഞങ്ങൾ പോയത് ഈ മൗണ്ടൻ വ്യൂ കോഫി പ്ലാന്റേഷനിലാണ്. മെഡിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം 6.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ കോഫി പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. ഇവിടെ ഒരാൾക്ക് 200 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അവിടെ അതിനോട് കൂടെ തന്നെ നമുക്ക് ഒരു ഗൈഡിനെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഏകദേശം ഒരു ½ ആൻ അവർ നമുക്ക് ഇവിടെ നടന്ന് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ കോഫി പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടി നടക്കാൻ നല്ല രസമാണ്. കോഫി പ്ലാന്റേഷൻ കൂടാതെ ഇവർക്ക് സ്പൈസ് കൾട്ടിവേഷനും ഇവിടെ തന്നെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസുകളും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഇവർക്കൊരു ഷോപ്പും കഫേയും ഉണ്ട്. കഫേയിൽ നിന്ന് നമുക്കൊരു കോഫി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഫി ഉണ്ടാക്കുന്ന പ്രോസസ്സ് മൊത്തം കാണാൻ സാധിക്കും. അവിടുന്ന് തന്നെ നമുക്ക് ഇവരുടെ പല വെറൈറ്റി കോഫി പൗഡേഴ്സ് വേണമെങ്കിൽ മേടിക്കാം. അതേപോലെ തന്നെ ചോക്ലേറ്റുകളും എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ മേടിക്കാവുന്നതാണ്. ഇവിടെ ഇവരുടെ സ്പൈസുകളും കിട്ടുന്നതാണ്. അപ്പോൾ കൂർഗ് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു കോഫി പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കൂർഗിലെ മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷനും ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണ് ദുബാരി എലിഫൻറ്റ് ക്യാമ്പ് എന്ന് പറയുന്നത്. ആനകളെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായി വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ആനകളെ തൊട്ട് നോക്കാനും കുളിപ്പിക്കാനും അതേപോലെ അടുത്ത് കാണാനും പറ്റുന്ന ഒരു ഇടമാണ്. ഇത് കാവേരി നദിയുടെ അടുത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കാവേരി നദി ക്രോസ് ചെയ്തിട്ട് വേണം ദുബാരി എലിഫൻറ്റ് ക്യാമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്.
ഇവിടുത്തെ ടൈമിംഗ് പറയുമ്പോൾ രാവിലെ 9 മുതൽ 11 മണി വരെയും വൈകിട്ട് 4:30 മുതൽ 5:30 വരെ മാത്രമാണ് ഓപ്പൺ ആകുന്നത്. ഈ സമയത്ത് മാത്രമാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എൻട്രി ഫീസ് ഒരാൾക്ക് 100 രൂപയും ബോട്ടിംഗ് റൈഡിങ്ങിന് അഡീഷണൽ 50 രൂപയാണ് പേ ചെയ്യേണ്ടത്. കൂർഗ് വരുമ്പോൾ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലേസാണ് ഈ ഡുബാര എലിഫൻറ്റ് കേവ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് താല്പര്യമുള്ളവർക്കും ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാനും പറ്റിയൊരു പ്ലേസാണിത്.